ആ ഗുരുവായൂരപ്പാ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ തൊഴുതു. വളരെ സന്തോഷമായി. ഇന്ന് ഗുരുവായൂരപ്പന് ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു. ഉച്ചപൂജയും കളഭാലങ്കാരവും രണ്ടും നിർവഹിച്ചിട്ടുണ്ടെന്ന് പൊട്ടക്കുഴി ഭവദാസ്പോദിക്കനാണ്. വളരെ നന്നായിട്ടുണ്ട്. പൊന്നുണ്ണിക്കണ്ണൻ ഇങ്ങനെ നിൽക്കുന്നത്, ശ്രീലകത്ത് നിൽക്കുന്നത്, കാൽത്തളകളുണ്ട്, കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞ് ചുവന്ന പട്ടൊക്കെ എടുത്ത് അത് പച്ചയും കൂടി ചേർത്ത് ഞൊറിഞ്ഞെടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അന്ന് ശ്രീരാമസ്വാമിയാണ്. വളരെ രസമാണല്ലോ. അമ്പും വില്ലൊക്കെ പിടിച്ചിട്ട് ശ്രീരാമചന്ദ്രസ്വാമിയാണ് ആയിട്ടാണെന്ന് ഭഗവാൻ നിൽക്കുന്നത് അവിടെ. ഇടത്തെ കയ്യിൽ വില്ലുണ്ട്, വലത്തെ കയ്യിൽ അമ്പും പിടിച്ചിട്ട് ഇങ്ങനെ തൊടുത്തുകൊണ്ടാണ്. അമ്പും വില്ലും കൂടി ഇങ്ങനെ ശരിക്കും പിടിച്ചു നിൽക്കലാണ്. പക്ഷെ ഇപ്രാവശ്യം അത് ആരെയോ അമ്പ് ചെയ്യാൻ നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നത് വരണ ഭഗവാനെ ആണോ എന്ന് സംശയം. എന്താ എന്നറിയില്ല. എന്തായാലും നല്ല ക്ലിയറായിട്ട് അങ്ങനെ അമ്പും വില്ലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഇടത്തെ കാല് പിന്നിലാക്കി വലത്തെ കാല് മുന്നിലിങ്ങനെ വെച്ചിട്ട് അമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ശ്രീരാമചന്ദ്രസ്വാമിയുടെ രൂപമാണെന്ന് ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തുള്ളത്. വളരെ കേമായിട്ടതിങ്ങനെ ഭവദാസ്വദിക്കാൻ അത് ചെയ്തിട്ടുണ്ട്. കളഭാലങ്കാരം കളഭം കൊണ്ട് കിരീടം ഉണ്ടാക്കിയിട്ടുണ്ട്. തിരുമുടിമാല ഉണ്ട്, 2 തിരുമുടിമാല ഉണ്ട്, വെളുത്തതും തെച്ചി കൊണ്ടുമൊക്കെ ആയിട്ടുള്ള 2 തിരുമുടിമാലകൾ. പിന്നെ സ്വർണ്ണ ഗോപികളുണ്ട്. വളരെ കേമായിട്ടതിങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ കർക്കിടത്തിൽ ഗുരുവായൂരപ്പ ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ശ്രീരാമചന്ദ്രസ്വാമിയുടെ വേഷത്തിൽ ഇങ്ങനെ നിൽക്കുന്നത്. വളരെ കേമായിട്ടത് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അനുഗ്രഹിക്കാൻ വേണ്ടി ഒരു ചെറു മന്ദഹാസം ഉണ്ടെന്ന ഗൗരവം ഉണ്ടേനി. ഗൗരവം എന്ന് പറഞ്ഞാൽ കുറച്ച് വീര്യത്തിലാണ് ആൾ നിൽക്കുന്നത്. പക്ഷേ ചുണ്ടിൽ പുഞ്ചിരി ഉണ്ട്. ആ പുഞ്ചിരി നമുക്ക് വേണ്ടിയിട്ടും ആ വീര്യം വരുണനെതിരെ അല്ലെങ്കിൽ ആർക്കെതിരെയാണോ അവർക്കെതിരെ, വരുണ ഭഗവാനെതിരെ തന്നെ ആവാൻ സാധ്യത. അപ്പോൾ നിൽക്കണ നിൽപ്പാണ്. എൻ്റെ പ്രജകളൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു എന്താ പറയുക, നിയോഗത്തിൻ്റെ ആ ഒരു ഇതാണെന്ന്, പ്രതിഫലനാണ് അവിടെ ഇന്ന് കാണുന്നത്. ഇപ്പോൾ നമ്മളെ അവസ്ഥ അങ്ങനെയല്ലേ. ഇവിടെയൊക്കെ ഇപ്പോൾ വെള്ളം കൊണ്ട് നിറഞ്ഞ് ബുദ്ധിമുട്ടി എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കുന്ന അവസ്ഥയല്ലേ. അപ്പോൾ ആ അവസ്ഥയ്ക്ക് ഒരു നിർത്തൂ എന്ന് പറയുന്ന പോലെ ആണ്, മതി എന്ന് പറയുന്ന തരത്തിലാണ് ആ കണ്ണൻ അവിടെ നിൽക്കുന്നത്. നമ്മളെ സ്വജന പാലനത്തിന് വേണ്ടിയിട്ട് അവതരിച്ച ശ്രീരാമചന്ദ്രസ്വാമിയായിട്ടാണ് നിൽക്കുന്നത്. വളരെ കേമായിട്ടെന്ന് അലങ്കാരമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും, എന്നെ ശ്രവിക്കുന്നവരെല്ലാവരും നമ്മൾ ആ തിരക്കിൻ ഇടയിൽ ഉദയാസ്തമന പൂജയൊക്കെ കഴിഞ്ഞ് ആ തിരക്കിനുള്ളിലൂടെ പോയി അവിടെ ചെന്ന് ആ ശ്രീരാമൻ്റെ മുന്നിൽ വന്നിങ്ങനെ നിൽക്കുകയാണ്. ആ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ ശ്രീരാമചന്ദ്രസ്വാമി നമ്മളെ നോക്കി അനുഗ്രഹിക്കുന്ന രീതിയിലാണ്. അപ്പോൾ അത് എല്ലാവർക്കും ആ ഒരു ദൃശ്യം നമ്മളെ മനസ്സിലേക്ക് ആവാഹിക്കുക, എന്നിട്ട് നമ്മൾ പ്രാർത്ഥനകൾ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഭാഗ്യം ഉണ്ടാവും. എല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കും. ഹരേ കൃഷ്ണ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ.